പുതിയ വ്യാപാര കരാറിലൂടെ അമേരിക്ക എന്ന സാമ്രാജ്യത്വ ശക്തിയുടെ മുന്നിൽ ഇന്ത്യ ദയനീയമായി മുട്ടുമടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയുടെ മുന്നിൽ ഇന്ത്യയുടെ എല്ലാ വിപണിയും മലർക്ക തുറന്നിട്ടിരിക്കുകയാണ്. ഇനി വൻകിട അമേരിക്കൻ കമ്പനികൾക്കോ അമേരിക്കയിൽ നിന്നോ 0% ഏത് സാധനവും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാം എന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ട് ലോ വാല്യൂ പ്രോഡക്ട്സാണ് കൂടുതൽ, ടെക്സ്റ്റൈൽസ് അടക്കമുള്ള. അവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഇമ്പോർട്ട് എന്ന് പറയുന്നതല്ല, ഹൈ വാല്യൂ പ്രോഡക്റ്റാണ്. അത് വളരെ തുറന്ന് ഇന്ത്യയുടെ വിപണി അവർക്ക് ലഭിക്കുമ്പോൾ ഇന്ത്യയിൽ വളർന്നു വരുന്ന കമ്പനികളുടെ എല്ലാം അന്ത്യം കുറിക്കുന്നതിന് തുടക്കമാകുമെന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ആശങ്കയുണർത്തുന്നത് കാർഷിക മേഖല തന്നെയാണ്. അമേരിക്കയെ സംബന്ധിച്ച് അവിടെ 100% സബ്സിഡിയും ആനുകൂല്യങ്ങളും ടാക്സ് എക്സംഷനും എല്ലാം കൊടുത്ത് ലക്ഷക്കണക്കിന് ഹെക്ടറുകളിൽ ആണ് അവരുടെ കൃഷികളെല്ലാം നടത്തുന്നത്. അത് അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ആണെങ്കിലും ഡയറി പ്രൊഡക്ട്സ് ആണെങ്കിലും അതായത് ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും എല്ലാം അത്തരത്തിലുള്ള ആനുകൂല്യങ്ങളുടെ പിൻബലത്തിൽ ലക്ഷക്കണക്കിന് ഹെക്ടറുകളിൽ പ്ലാന്റ് ചെയ്ത് അവർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് 0 ഇമ്പോർട്ട് ഡ്യൂട്ടിക്ക് ഇറക്കുമതി ചെയ്യാൻ വേണ്ടി ഇന്ത്യയുടെ എല്ലാ മേഖലയും തുറന്നിട്ട് കൊടുത്തു എന്ന് പറയുന്നത് ഈ രാജ്യത്തെ കൃഷിക്കാരോടും കാട്ടിയ വലിയ വഞ്ചനയാണ്. ഇവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് കൂടുതലായി വരുന്നത് ഇലക്ട്രോണിക് കോമ്പൗണ്ട്സ്, ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് മെഷീനറി, ഡിഫൻസ്, എയറോസ്പേസ് എക്യുപ്മെൻറ്റ്സ്, എനർജി സെക്ടർ എക്യുപ്മെൻറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു അമേരിക്കയ്ക്ക് ഒരു നിയമവും ഇന്ത്യക്ക് മറ്റൊരു നിയമവും എന്ന നിലയിൽ ഇന്ത്യയെ താഴ്ത്തിക്കെട്ടിയൊരു തീരുമാനമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലോകത്ത് അധികം രാജ്യങ്ങളുമായി ഇത്രമാത്രം അമേരിക്കയ്ക്ക് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ്, ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്തേക്ക് 0 ഇമ്പോർട്ട് ഡ്യൂട്ടിയിൽ അമേരിക്ക ആവശ്യമായതൊട്ടുള്ള എല്ലാം ഇറക്കുമതി ചെയ്യാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് ഏതൊരു മെറ്റീരിയൽ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യണമെങ്കിലും അതിന് നിശ്ചിത ശതമാനം ഡ്യൂട്ടിയുണ്ട്. ആ ഡ്യൂട്ടി കവർ ചെയ്ത് വേണം ഇന്ത്യക്ക് എക്സ്പോർട്ട് നടത്താൻ. അതേസമയം അവർക്ക് ആ ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള കരാറിൽ അമേരിക്കയുടെ ഭാഗം എപ്പോഴും ഉയർന്നു നിൽക്കുകയും നമ്മുടെ ഭാഗം വളരെ താഴ്ന്നു നിൽക്കുകയും ചെയ്യുന്ന ഒരു എഗ്രിമെൻറ്റിലേക്കാണ് പോയത്. ഇതൊരു സമ്പൂർണ്ണമായ സറണ്ടറാണ്. ഇതുകൊണ്ട് ഇന്ത്യക്ക് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നതല്ല, ലോ വാല്യൂ പ്രോഡക്ട്സാണ്. അതേസമയം ആധുനികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇലക്ട്രോണിക്സ് രംഗത്താണെങ്കിലും മറ്റ് എൻ്റെ മെഷീനറിയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഇവിടെ വളർന്നു വരുന്ന കമ്പനികളുടെ എല്ലാം കടക്കൽ കത്തിവെക്കുന്ന ഒരു തീരുമാനമാണ്. അതുകൊണ്ട് അമേരിക്കയുടെ മുന്നിൽ എപ്പോഴും മുട്ട് വിറച്ച് മുട്ടിടിച്ച് നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിലെ 145 കോടി ജനങ്ങളെയും അമേരിക്കയുടെ മുന്നിൽ സറണ്ടർ ചെയ്യിച്ച ഒരു തീരുമാനമായിപ്പോയി എന്നുള്ള ഏകപക്ഷീയമായൊരു തീരുമാനം. ആ തീരുമാനവും അമേരിക്കൻ പ്രസിഡൻ്റാണ് ഡിക്ലെയർ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും അമേരിക്കയാണ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യവും നമ്മുടെ അഭിമാനവും നമ്മൾ കാലാകാലങ്ങളിൽ തലയുയർത്തിപ്പിടിച്ച് നിന്ന് അമേരിക്കയോട് പോലും മറുപടി പറഞ്ഞിട്ടുള്ളൊരു രാജ്യം ഇന്ന് മുട്ടിലഴിയുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ വ്യാപാര കരാർ നമ്മുടെ അഭിമാനത്തെ സ്പർശിച്ചതാണ്. അതുകൊണ്ട് ഈ തീരുമാനമെടുത്ത മോദി അതിൻ്റെ വിശദാംശങ്ങൾ പാർലമെൻറ്റിൽ വന്ന് പറയണം, രാജ്യത്തോട് പറയണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്.